Hi all. Prepwise CUT UG Plus lecture സീരീസിലേക്ക് വെൽക്കം. സോ നമ്മൾ എങ്ങനെയാണ് CUTയുടെ PG എൻട്രൻസ് എക്സാം എങ്ങനെയാണ് നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മെയിനായിട്ട് ഏതൊരു എക്സാമിനും നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ഒരു സിലബസും ഏതെല്ലാം ചാപ്റ്ററിൽ നിന്ന് എന്തുമാത്രം വെയിറ്റേജിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ കോഴ്സ് സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്നത് 7 സബ്ജക്റ്റുകളായിട്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ കുറെ കൂടെ 10 ഭാഗങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒറ്റ മൊഡ്യൂളാണ്, വിച്ച് ഇസ് മോഡേൺ ഫിസിക്സ്. സോ അതിൽ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് വരാറുള്ളത്. നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ എന്ന് പറയുന്നത് EMT, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ആണ്. സോ അതിലെ ഇലക്ട്രിസിറ്റി ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് മോഡേൺ ഫിസിക്സ്, ഈ 3 ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. സോ യു ഹാവ് ടു ഫോക്കസ് ദർ. സോ ഒബ്വിയസ്ലി മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലുള്ള പ്രോബ്ലംസും വേറെ ഭാഗത്തുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ അത് നിങ്ങളെ സഹായിക്കും. സോ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനും അത് വളരെയധികം നിങ്ങളെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് ഫിസിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാത്സ് ആണ് അതിൽ കാര്യമായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ഭാഗം, അതേപോലെ തന്നെ ഫോറിയർ സീരീസ് എന്ന് പറയുന്ന ഭാഗം, ആൻഡ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ഭാഗം. സോ ഇവിടുന്ന് ഒബ്വിയസ്ലി 1-2 ചോദ്യങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വരാറുണ്ട്. അതേപോലെ മെട്രിക്സിന്റെ ഹെർമിഷ്യൻ മെട്രിക്സ്, ഐഗൻ വാല്യൂ, ഐഗൻ വെക്ടേഴ്സ് ഒക്കെ ആയി ബന്ധപ്പെടുത്തി 1-2 ചോദ്യങ്ങൾ വരാറുണ്ട്. സോ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആണ് ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ബിക്കോസ് ഫ്രം ദ വെയിറ്റേജ് യു ക്യാൻ ക്ലിയർലി സി ദാറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ദെൻ പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അതായത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിയും കമ്പൈൻ ചെയ്തിട്ടുള്ള പോർഷൻ, മീൻസ് ദാറ്റ് പോയിന്റിംഗ് തിയറം, വേവ്സ്, ഡിറക്ഷൻ, പോളറൈസേഷൻ, അങ്ങനെ പറയുന്ന ഭാഗങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ക്വാണ്ടം മെക്കാനിക്സ്, അതായത് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നതാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ തന്നെ ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഇതിൽ പുതുതായിട്ട് വരുന്നത് ക്വാണ്ടം മെക്കാനിക്സ് മാത്രമാണ്. അതിൽ ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള എന്താണ് ഇതൊരു വേവ് ഫംഗ്ഷൻ ആണോ, അതേപോലെ തന്നെ വേവ് ഫംഗ്ഷൻ ആവാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അത് നോർമലൈസ് ചെയ്യാൻ, അതേപോലെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണാൻ, അല്ലെങ്കിൽ മൊമെന്റം, പൊസിഷൻ എന്ന് പറയുന്ന പൊസിഷൻ മെട്രിക്സോ അല്ലെങ്കിൽ ഓപ്പറേറ്ററോ ഉപയോഗിച്ച് പൊസിഷൻസ് കാണാൻ, വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് പൊസിഷനോ മൊമെന്റോ കാണാൻ ചോദിക്കും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദാറ്റ് സെൻസ്. ദെൻ യു ക്യാൻ സി തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിക്കൽ മെക്കാനിക്സ് 7 മാർക്ക്. അത് വളരെ വെയിറ്റേജ് താരതമ്യേന കുറവുള്ള ഭാഗമാണ്. അതിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗം പ്യുവർലി നമ്മൾ +1 +2 പഠിച്ച കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. സ്റ്റാറ്റിക്കൽ മെക്കാനിക്സ് മാത്രമായിരിക്കും പുതിയതായിട്ട് ഉള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്റ്റാറ്റിക്കൽ മെക്കാനിക്സിൽ 1-2 ചോദ്യങ്ങൾ മാത്രമേ വരുള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. അതായത് ജനറൽ ആയിട്ട് നമുക്ക് സ്റ്റാറ്റിക്കൽ മെക്കാനിക്സിൽ എൻസെമ്പിൾസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് അവർ ചോദിക്കുന്നത്. സോ കനോണിക്കൽ എൻസെമ്പിൾ, ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ, മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് തെർമോഡൈനാമിക്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, എന്താണ് ബേസിക്കലി സ്റ്റാറ്റിക്കൽ മെക്കാനിക്സ്, അതിന്റെ ചെറിയ ചെറിയ ഡെഫിനിഷൻസ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പോർഷനിൽ വരാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഐ ക്യാൻ സി ദാറ്റ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്ന പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ കെപ്ലേഴ്സ് ലോയുമായി ബന്ധപ്പെട്ട് അതിന്റെ കോൺസ്റ്റന്റുകളുമായി ബന്ധപ്പെട്ട് ഓർബിറ്റിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സെൻട്രൽ ഫോഴ്സിന്റെ തന്നെ ഡെറിവേഷൻ ആണ്, അതൊക്കെ ഡെറിവേറ്റീവ് ഫോം ആണ്. സോ ഒരു സെൻട്രൽ ഫോഴ്സിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഓർബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ എനർജി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓർബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതാണ് സാധാരണ ചോദിക്കാറുള്ളത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള 1 ഡയമെൻഷനിൽ നിന്നോ 2 ഡയമെൻഷനിൽ നിന്നോ ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാറില്ല. ബേസിക്കലി നമ്മളുടെ ഡിഗ്രി സിലബസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന സബ്ജക്റ്റിനെ ഒന്ന് ജസ്റ്റ് എല്ലാ പോർഷനും ഒന്ന് ടച്ച് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ചോദ്യങ്ങളൊക്കെ വരാറുള്ളത്.
ഒരു ചോദ്യം 2 ചോദ്യം റൊട്ടേഷണൽ മെക്കാനിക്സിൽ നിന്ന് വരും. Then 1 or 2 ചോദ്യങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് വരും. So I mean that's how the questions you can previous year questions നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളിത് മുമ്പ് സംഭവിച്ചിട്ടുള്ള CUCT ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഈ വെയിറ്റേജ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതല്ല, അത് നമ്മളുടെ അനാലിസിസ് വഴി നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇനി അടുത്തത് ഒപ്റ്റിക്സ് ആൻഡ് വേവ്സ് ആൻഡ് ഓസിലേഷൻ. നമ്മൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് 2 തരം ഒപ്റ്റിക്സ് ഉണ്ട്, ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ്. ജോമെട്രിക്കൽ ഒപ്റ്റിക്സിൽ നിന്നും ഒന്നും ചോദിക്കാറില്ല. നമ്മൾ ചെറിയ ക്ലാസ്സിൽ റേ ഒപ്റ്റിക്സ് എന്നൊക്കെ പഠിച്ചിട്ടുള്ള ഒപ്റ്റിക്സ്, അതിൽ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച വിഷയങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ചോദ്യങ്ങളും വളരെ കുറവാണ് ഉണ്ടാവാറുള്ളൂ, ഒരു ചോദ്യമൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവാറുള്ളൂ. വേവ് ഒപ്റ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. വേവ് ഒപ്റ്റിക്സിൽ തന്നെ പുതുതായി പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇന്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓസിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, അതിന്റെ കുറെ കൂടി ഡെറിവേറ്റീവ് ഫോം, ഫോഴ്സ് ഓസിലേഷൻ, ഡാംപ്ഡ് ഓസിലേഷൻ എന്നൊക്കെ പറയുന്ന പോർഷൻ. എനിവേ ദെൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. സോ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് നമ്മൾ ഒറ്റ മൊഡ്യൂൾ ആയിട്ടാണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നത്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പ്ലസ് ഇലക്ട്രോണിക്സ്. അതിൽ ഇലക്ട്രോണിക്സിന്റെ പോർഷനിൽ സാധാരണ വരാറുള്ളത് ട്രാൻസിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓപ്പാമ്പ് തന്നിട്ട്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ തന്നിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു പ്രോബ്ലം കറണ്ട് കാണാനോ, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണെന്നോ, ഇന്റഗ്രൽ ആംപ്ലിഫയർ എന്താണെന്നോ, ഓപ്പാമ്പ്. സോ അങ്ങനത്തെ ചോദ്യങ്ങളാണ് വരാറുള്ളത്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നിന്ന് ചോദിക്കാറുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പാക്കിംഗ് ഫ്രാക്ഷനോ, അല്ലെങ്കിൽ ബ്രാഗ്സ് ഡൈഫ്രാക്ഷൻ, അല്ലെങ്കിൽ മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്ന പ്ലെയിൻസിന്റെ ഈക്വേഷൻസ്, ഇതൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇതാണ് നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആദ്യം നമ്മളെപ്പോഴും CUTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡെപ്തിലല്ല ചോദ്യങ്ങൾ വരാറുള്ളത്. ചോദ്യങ്ങൾ എപ്പോഴും ഒരു വൈഡ് റേഞ്ച് ഏരിയയിൽ കവർ ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഒരുവിധം ഈ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് അവർ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുക. ഒക്കെ ഒരു സർഫസിലൂടെ മാത്രം പോകുന്ന ചോദ്യങ്ങൾ മാത്രമായിരിക്കും. സോ ഇതിൽ തന്നെ അപ്പോൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ യു ഹാവ് ടു സ്ട്രാറ്റജൈസ്. അതിനെ നമ്മൾ കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കണം. ആദ്യം ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത്, പിന്നെ ഏതാണെന്നുള്ളത്. സോ ഇറ്റ് ഷുഡ് ബി അത് വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ആദ്യം മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് പഠിക്കണം. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ദ കമ്മിങ് സബ്ജക്ട്സ് ആസ് വെൽ. ദെൻ അതിന് അത്യാവശ്യം വെയിറ്റേജും ഉണ്ട്. ദെൻ യു ഷുഡ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ദെൻ മോഡേൺ ഫിസിക്സ്, ദെൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. പിന്നെയാണ് അവസാനമാണ് നിങ്ങൾ തെർമോഡൈനാമിക്സും അതേപോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ്, ഒപ്റ്റിക്സ് ആൻഡ് വേവ്സ് ആൻഡ് ഓസിലേഷൻ എന്ന് പറയുന്ന 3 മൊഡ്യൂൾ അതിനുശേഷമാണ് പഠിക്കേണ്ടത്. ആദ്യം നിങ്ങൾ ഈ 4 മൊഡ്യൂളുകളാണ് പഠിക്കേണ്ടത്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏകദേശം CUCET-ന് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള നമ്മൾ പല യൂണിവേഴ്സിറ്റികളും CUT-യുടെ ഭാഗമായിരുന്നില്ല കഴിഞ്ഞ കൊല്ലം വരെ. ഇനി മുതൽ അതൊക്കെ CUT-യുടെ അണ്ടറിലാണ് വരുന്നത്. എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഒരൊറ്റ എക്സാം എന്ന അർത്ഥത്തിലാണ് CUT ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരുപക്ഷെ മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല. കുറേക്കൂടെ സ്റ്റാൻഡേർഡ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് CUCT-യിൽ ഉള്ള ചോദ്യങ്ങൾ നോക്കുക. അതേപോലെ തന്നെ വേറെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്യുക, പരമാവധി നമ്മൾ കളക്ട് ചെയ്യുക, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും ഗുഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഏറ്റവും സ്മാർട്ടസ്റ്റ് വേ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു തിയറി ഒരുപാട് പഠിച്ച് അതിൻ്റെ ഏറ്റവും ഡെപ്തിൽ, അതിന് ഏറ്റവും ക്ലാരിറ്റിയിൽ പഠിച്ചെന്നതുകൊണ്ട് നമുക്ക് ആ എൻട്രൻസോ എക്സാമോ ക്രാക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് മുമ്പ് അല്ലെങ്കിൽ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, ഒരു ബേസിൽ നിന്ന് തുടങ്ങി നമ്മളെല്ലാ പോർഷനും കവർ ചെയ്ത് വളരെ ബ്രീഫായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പോർഷനിൽ നിന്ന് വരുന്ന ഏത് ടൈപ്പ് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ കഴിയും എന്നത് ഒരു തെറ്റായ ധാരണയാണ്. അങ്ങനെ നമുക്ക് കഴിയില്ല ഒരിക്കലും. ഒരു സബ്ജക്റ്റും അതിന്റെ ഡെപ്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് CUT-യുടെ സിലബസ് എന്നൊക്കെ പറയുന്നത് വളരെ വാസ്റ്റ് ആണ്. സോ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത്, എന്തുമാത്രം കണ്ടന്റ് ആണോ വേണ്ടത്, ആ കണ്ടന്റ് മാത്രം നമ്മൾ ഗ്രാസ്പ് ചെയ്യുക.
എന്നിട്ട് നമ്മളുടെ എക്സാം, നമുക്ക് ക്രാക്ക് ചെയ്യേണ്ട എക്സാം ഏതാണോ ആ എക്സാമിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. അപ്പോഴാണ് അതിന് റൈറ്റ് ഡയറക്ഷനിൽ നമ്മളുടെ മൂവ്മെന്റ് നടക്കുള്ളൂ. എപ്പോഴും പലരും പറയാറുണ്ട് ഈ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സക്സീഡ്. യഥാർത്ഥത്തിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സക്സീഡ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു സക്സസ് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളുടെ വർക്ക് റൈറ്റ് ഡയറക്ഷനിലാണെങ്കിൽ മാത്രമേ അതിന് സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ റാൻഡം ഡയറക്ഷനിൽ എന്നും അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ മീൻ ഒരു ഗ്യാരണ്ടിയും ഇല്ല നിങ്ങൾ സക്സസ്ഫുൾ ആയിക്കൊള്ളണം എന്നുള്ളത്. അപ്പം നമ്മൾ സാധാരണ പറയുന്നത് പോലെ നമ്മളൊരു ഫുട്ബോൾ മൈതാനത്ത് കളിക്കുമ്പോൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ സ്ട്രോങ് യു ആർ ഹിറ്റ് ദ ബോൾ, ഹൗ ക്ലവർലി യു ആർ ഹിറ്റ് ദ ബോൾ. ആകെ മാറ്റർ ചെയ്യുന്നത് നിങ്ങൾ ആ പോസ്റ്റിനുള്ളിലോട്ടാണോ അടിക്കുന്നത് എന്നുള്ളതാണ്. സോ റൈറ്റ് ഡയറക്ഷനിലായിരിക്കണം നിങ്ങൾ ബോൾ കിക്ക് ചെയ്യേണ്ടത്. അതാണ് സ്മാർട്ടസ്റ്റ് വേ ടു ക്രാക്ക് എ എക്സാം എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതാണോ അതിന്റെ റൈറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ മുമ്പ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ, അതിനെന്തുമാത്രം ഡെപ്ത് ഉണ്ട്, അതിനെന്തുമാത്രം ഏരിയ ആണ് അത് കവർ ചെയ്യുന്നത്, അതിൽ ഏറ്റവും സ്ട്രെസ് ചെയ്യുന്ന പോർഷൻസ് ഏതാണ് എന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് സ്ട്രെസ് ചെയ്യുന്ന പോർഷൻസ് ആണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ലെക്ചറേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അന്നേരം നിങ്ങൾക്ക് കുറെ കൂടെ അതിന്റെ ഡെപ്ത് ഒക്കെ മനസ്സിലാവും. ആ ഡെപ്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. നമ്മൾ സമയം കളയരുത്. അതിനേക്കാൾ പ്രയാസമുള്ള ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ആവുമെന്ന് മാത്രമല്ല, അത്ര പ്രയാസമുള്ള ചോദ്യങ്ങൾ പരീക്ഷ പേപ്പറിൽ വരില്ല. സോ സം പോയിന്റ് ഇഫ് യു വാണ്ട് ആ ഒരു ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ യു ഷുഡ് സോൾവ് ദാറ്റ്. ഞാൻ പറയുന്നത് നമ്മളുടെ എക്സാമിന്, നിങ്ങളിപ്പോൾ മുമ്പിൽ കാണുന്ന എക്സാമിന് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഡെപ്തിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്ത് പഠിക്കുക. ആ ഒരു രീതിയിൽ മാത്രം മുമ്പോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ പോയിന്റ്. അനദർ പോയിന്റ് ഈസ് ദാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി ഇനി നമുക്ക് ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഐ മീൻ സെപ്റ്റംബറിന്റെ തുടക്കത്തിലാണ് ഏകദേശം ഇതുവരെ ഉള്ള ഇൻഫർമേഷൻ വെച്ച് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഇതിനനുസരിച്ച് നമ്മുടെ അടുത്ത് 30 ദിവസത്തിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിലുള്ളത്. സോ വി ഹാവ് ടു പ്രിപ്പയർ ഇൻ ദാറ്റ്. വളരെ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് ആണ്. ഐ മീൻ ഏകദേശം 7 മൊഡ്യൂളുകളാണുള്ളതുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ 10 മൊഡ്യൂളാണെന്ന് വിചാരിക്കുക. നമ്മൾ ഈ മൊഡ്യൂളിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊഡ്യൂളിന് ഏകദേശം 3 ദിവസമാണുള്ളത്. സോ അതിൽ ഒരു ദിവസം നിങ്ങൾ തിയറി പഠിക്കാൻ വേണ്ടിയും ബാക്കി 2 ദിവസം ചോദ്യം ചെയ്യാൻ വേണ്ടിയും ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ചെയ്തു നോക്കേണ്ടത്. കാരണം നിങ്ങളുടെ തിയറി എത്ര തന്നെ സ്ട്രോങ് ആയാലും നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മളെക്കാൾ മുമ്പ് ഒരു ചോദ്യം കണ്ടിട്ടുള്ള ഒരാൾ അയാൾ അത് ഈസി ആയിട്ട് ചെയ്യും. സോ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ കോമ്പറ്റീഷൻ, റൈറ്റ്? സോ നിങ്ങൾക്ക് എന്തുമാത്രം നോളജ് ഉണ്ട് എന്നുള്ളതല്ല, നിങ്ങൾ എന്തുമാത്രം ആൻസർ ചെയ്തു എന്നുള്ളതാണ് മാറ്റർ ചെയ്യുന്നത്. സോ നമ്മളെക്കാൾ ഇപ്പൊ നമ്മൾ വളരെ ഡെപ്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വേറൊരാളെക്കാൾ വളരെ ബ്രില്യൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ചില ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം എടുക്കുന്നുണ്ട്. വേറൊരാൾ അതിന് മുമ്പേ ആ ചോദ്യം ചെയ്തിട്ടുണ്ട്, അയാൾ ഈസി ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ സോ ഹീ സ്കോർസ്, റൈറ്റ്? സോ അദ്ദേഹത്തിന് മാർക്ക് കിട്ടുന്നു, അയാൾ മുമ്പിലെത്തുന്നു. സോ നമ്മൾ എപ്പോഴും ചോദ്യങ്ങൾ ഒരുപാട് കണ്ടു പരിചയിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചോദ്യങ്ങളെ പരിചയപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. സോ പരമാവധി ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ മൊഡ്യൂളിനും നമ്മൾ 7 മൊഡ്യൂളായിട്ടാണ് നമ്മളുടെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഞാൻ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് 10 മൊഡ്യൂളുകളായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ സുഖത്തിന്. സോ ഇതിൽ ഓരോ മൊഡ്യൂളിനും നിങ്ങൾ 3 ദിവസം കാണുക. അതിൽ 2 ദിവസവും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യാൻ. അതിൽ CUET 2018, 19, 20, 21 ഈ 4 പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുക. അല്ലാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. വേറെ യൂണിവേഴ്സിറ്റികളിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ചില ലെക്ചറുകളിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സൈറ്റുകളിൽ അവൈലബിൾ ആയിരിക്കും. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, DU, JNU എന്നൊക്കെ പറയുന്ന. പിന്നെ ജാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ജാമിന് പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻസ് വല്ലാതെ നിങ്ങൾ അതിനു വേണ്ടി ടൈം കളയരുത്. കാരണം അത് ഇച്ചിരി കൂടെ ചിലപ്പോൾ ഹാർഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു അർത്ഥത്തിൽ CUETക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ നോട്ട് ഗിവ് യു ദാറ്റ് മച്ച്. അത്രമാത്രം നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് അല്ല ജാമിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ ആ ഒരു രീതിയിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് ഓൾ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ എക്സാംസ്, നമ്മൾ ഓരോ ചാപ്റ്ററിന്റെയും എക്സാംസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങളൊരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 1-2 മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം, മൊത്തമായിട്ട് മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷമോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതായത് CUET 2019 അല്ലെങ്കിൽ 2020 അല്ലെങ്കിൽ 2021 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റ് എ ടൈമിൽ ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ ഒരു പാഠം പഠിച്ച് അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ നമുക്ക് കിട്ടിയേക്കാം. നമ്മൾ ഒന്നായിട്ട് ഒരു ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിലെ എല്ലാ ചോദ്യങ്ങളും 1 by 1 ആയി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ഏരിയയിൽ നിന്ന് ഓരോ ഏരിയയിലേക്ക് നമ്മളിങ്ങനെ ജമ്പ് ചെയ്ത് പോകും. സോ അപ്പൊ നമ്മുടെ മൈൻഡും അതിനനുസരിച്ച് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നതും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ആകെ സ്കാറ്റർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ ചെയ്ത് പഠിക്കണം. നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചതിന് ശേഷം നമ്മൾ ഒന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ വരുന്ന ഒറ്റ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റുകൾ നടത്തണം. അതായത് ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള നിശ്ചിത സമയത്തിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാൻ തക്ക വിധത്തിൽ നമ്മളത് ചെയ്ത് പഠിക്കുക. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈക്വേഷൻസ് ഓർത്തിരിക്കാനും, ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു പോർഷനിൽ നിന്ന് പെട്ടെന്ന് വേറൊരു പോർഷനിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും. പിന്നെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2 മണിക്കൂറിലേക്ക് സെറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ 1 മണിക്കൂറിലേക്ക് സെറ്റ് ചെയ്തിട്ടോ നമ്മൾ ഫാസ്റ്റ് ചെയ്യാം. നമ്മുടെ പരമാവധി നമ്മുടെ കാൽക്കുലേഷൻസ് നമ്മുടെ തിങ്കിങ് പ്രോസസ് ഒക്കെ ഫാസ്റ്റ് ആക്കണം. കാൽക്കുലേഷൻസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ വളരെ ബേസിക് ആയിട്ട് 8-ലോ 9-ലോ ഒക്കെ പഠിച്ചിട്ടുള്ള ചില മാത്തമാറ്റിക്കൽ ട്രിക്കുകൾ, നമ്മൾ മറന്നുപോയ മാത്തമാറ്റിക്കൽ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലോ യൂട്യൂബിലോ ഒക്കെ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് അതിന്റെ ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ട്രിക്സുകളൊക്കെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഫാസ്റ്റ് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്റെ സ്പീഡ് കൂട്ടും. അതിന് നിങ്ങൾക്ക് വേറെ ചിലപ്പം കുറച്ച് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് സമയം അധികം കിട്ടും. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.